നജീബിനും ഹക്കീമിനും മരുഭൂമിയിൽ ദാഹിച്ചു മരിച്ച എല്ലാ ആത്മാക്കൾക്കും. ബെന്യാമിൻ ആടുജീവിതം ഭാഗം 12. 2 ദിവസം കൂടി മഴ പെയ്തു. പിന്നെ മരുഭൂമിയുടെ ആകാശവാതായനങ്ങൾ തണുപ്പിനു വേണ്ടി തുറന്നു കൊടുത്തു. രാത്രിയിലെ കടുത്ത തണുപ്പിനെ ചേരും വിധം അതികാലത്ത് മൂടൽമഞ്ഞ് ശക്തമായിരിക്കും. നേരം വെളുത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ ചുറ്റും തണുപ്പിന്റെ ഒരു വെള്ളപ്പാട മാത്രം. ആ പാടയ്ക്കുള്ളിൽ മസ്രയും ആടുകളും അറബാബും കൂടാരവും എല്ലാം അപ്രത്യക്ഷമായിരിക്കും. മഞ്ഞുമാറി കാഴ്ച തെളിയണമെങ്കിൽ കാലത്തൊരു 9 മണിയെങ്കിലും ആകണം. എൻ്റെ എല്ലാ സമയങ്ങളും ഓരോ ഊഹങ്ങളാണ്. ഒരു ഏകാന്ത ജീവിയെ സംബന്ധിച്ചിടത്തോളം സമയം, കാലം എന്നിവയൊക്കെ വെറും സങ്കല്പങ്ങൾ മാത്രം. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ പതിവുകളെല്ലാം അല്പം വൈകിയാണ്. ചൂടുകാലത്ത് പകലിന് എന്തൊരു നീളമാണെന്നോ. അതികാലത്ത് ഒരു 3 മണിക്ക് സൂര്യൻ ഉദിക്കും. രാത്രി 8 ആവാതെ തീരെ വെട്ടം മങ്ങില്ല. എന്നാൽ തണുപ്പത്ത് 9 ആയാലും തെളിയാത്ത സൂര്യൻ ഉച്ചയാഹാരം കഴിയുമ്പോഴേക്കും മങ്ങിത്തുടങ്ങും. 4-നെങ്കിലും പൂർണ്ണമായും ഇരുട്ട് വീണ് കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് പണി ചെയ്യാൻ കിട്ടുന്ന സമയം വളരെ കുറവാണ്. ചൂടുകാലത്ത് ഒരു 10-15 മണിക്കൂറുകൾ കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി തണുപ്പത്ത് 6-7 മണിക്കൂറുകൾ കൊണ്ട് തീർക്കണം. തണുപ്പ് കാരണം ഒന്നും തൊടാൻ പറ്റാത്ത അവസ്ഥയും. നട്ടുച്ചയ്ക്ക് പോലും നട്ടിൽ തുളയ്ക്കുന്ന തണുപ്പാണ്. വെള്ളത്തിൽ കൈ തൊടാതെ പറ്റില്ല. തണുപ്പെന്ന് പറഞ്ഞാൽ എന്തൊരു തണുപ്പാണപ്പാ. ഇത്തിരി നേരം വെള്ളത്തിലെങ്ങാനും കൈ മുങ്ങിയിരിക്കേണ്ടി വന്നാൽ ആ കൈയിന്റെ പണി തീർന്നത് തന്നെ. തണുത്ത വെള്ളം വീണും നമ്മുടെ ദേഹം പൊള്ളുമെന്ന് എനിക്ക് മനസ്സിലായത് അക്കാലത്താണ്. ഒരു ദിവസം ഇത്തിരി ഏറെ നേരം തണുത്ത വെള്ളത്തിൽ മുങ്ങിയിരുന്ന എൻ്റെ ഇടതു കൈപ്പത്തി മുഴുവൻ പൊള്ളിയടങ്ങും. ശരിക്കും ചൂടുവെള്ളം വീണ് പൊള്ളിയതുപോലെ. ധ്രുവപ്രദേശത്തൊക്കെ തണുപ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ മരുഭൂമി എവിടെ നിന്നാണ് ഇത്രയധികം തണുപ്പ് വരുന്നതെന്ന് ഇനിയും എനിക്കറിയില്ല. അതിനെ ചെറുക്കാൻ എൻ്റെ കൈവശം പ്രത്യേക വസ്ത്രങ്ങളൊന്നുമില്ല. ആദ്യ ദിവസം അറബാബ് തന്ന, ഒരിക്കൽ പോലും എൻ്റെ ദേഹത്ത് നിന്നും മാറ്റിയിട്ടില്ലാത്ത, ഒരിക്കൽ പോലും കഴുകിയിട്ടില്ലാത്ത ആ പഴയ അബായ എന്ന നീളനെടുപ്പ് മാത്രമേ എനിക്കിപ്പോഴുള്ളൂ. മറ്റൊന്നുള്ളത് ഒരു കമ്പിളി പുതപ്പാണ്. ഭീകരരൂപി പോയപ്പോൾ ഉപേക്ഷിച്ചു പോയ ഒന്ന്. തണുപ്പിൻ്റെ ആദ്യ ദിനങ്ങളിൽ ഞാൻ അത് പുതച്ചു നടക്കുമായിരുന്നു. പക്ഷേ അസൗകര്യമാണ്. അത് ചുറ്റി ആടുകൾക്ക് പുറകെ ഓടാനും മസ്രയിൽ കയറി കച്ചിയും പോച്ചും വിടാനും ഒക്കെ എത്ര സാധിക്കും. ഞാനത് ഉപേക്ഷിച്ചു. തണുപ്പിൽ ഒറ്റ വസ്ത്രത്തിൽ നടക്കുക എൻ്റെ ശീലമായി. ഈ തണുപ്പിന്റെ മൂർധന്യാവസ്ഥയിലും ചൂടുള്ള ഒരു വസ്തു എൻ്റെ അരികിലുണ്ടായിരുന്നു. അല്പം വൈകിയാണ് ഞാനത് കണ്ടെത്തിയത്. ചെമ്മരിയാടുകൾ. അതിനോട് ചേർന്ന് നടന്നാൽ എന്തൊരു സുഖമാണെന്നോ. ചൂളം കുത്തി തണുത്ത കാറ്റ് ഇരമ്പി എത്തുമ്പോൾ ഞാൻ ചെമ്മരിയാടുകളെ ചേർത്ത് പിടിച്ചു നിൽക്കും. രാത്രി തണുപ്പിന്റെ കാഠിന്യം കമ്പിളി പുതപ്പിന്റെ നാരിഴകൾ കീറി എൻ്റെ ശരീരത്തെ കുത്തി മാന്തുമ്പോൾ ഞാൻ മസ്രയിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെമ്മരിയാടുകളെ കെട്ടിപ്പിടിച്ചു കിടക്കും. ആടുകൾക്കിടയിൽ മറ്റൊരു ആടായി ഞാൻ ആ തണുപ്പ് കാലം കഴിച്ചുകൂട്ടി. വേണമെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒന്നിൽ എനിക്ക് ഹക്കീമിനെ വിളിച്ച് കട്ടിപിടിച്ച കോടമഞ്ഞിന്റെ മറവ് പറ്റി എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ മഴ രാത്രിയിലെ അതേ സന്ദേഹം എന്നെ എവിടെയും പോകാനാവാതെ അവിടെ തന്നെ തളച്ചിട്ടു. എങ്ങോട്ട് പോകും എന്ന വലിയ ചോദ്യം. ഈ രാജ്യത്തെ സംബന്ധിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് പോലും അറിയില്ല. എങ്ങോട്ട്? കിഴക്കോട്ടോ, തെക്കോട്ടോ, പടിഞ്ഞാറോട്ടോ, വടക്കോട്ടോ? എങ്ങോട്ട് ഓടിയാലാണ് എനിക്ക് രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്താനാവുക? ഇവിടെ എനിക്ക് ആഹാരമില്ല, വെള്ളമില്ല, വസ്ത്രമില്ല, കിടക്കാനൊരിടമില്ല, കൂലിയില്ല, ജീവിതമില്ല, സ്വപ്നങ്ങളില്ല, മോഹങ്ങളില്ല. എന്നാൽ ഒന്ന് ബാക്കിയുണ്ട്: ജീവൻ. തൽക്കാലം അത് നിലനിർത്താൻ എങ്ങനെയൊക്കെയോ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് ഓടി അപരിചിതമായ മരുസ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് എനിക്ക് അതുകൂടി നഷ്ടപ്പെട്ടാലോ? പിന്നെ ആ ഓട്ടത്തിന് എന്തർത്ഥം? എല്ലാ തടവറകൾക്കും മതിലുകൾക്കും എന്തൊക്കെയോ സുരക്ഷിതത്വത്തിന്റെ ഒരു വലയമുണ്ട്. ആ വലയം മുറിച്ചെറിയാൻ തൽക്കാലം എനിക്ക് മനസ്സ് തോന്നിയില്ല.
അനുയോജ്യമായ അവസരം വരുന്നതുവരെ സുരക്ഷിതമായ ലക്ഷ്യത്തിൽ എത്തിപ്പെടുമെന്ന് ഉറപ്പുവരും വരെ കാത്തിരിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ ആ തീരുമാനം ശരിയായിരുന്നോ? അറിയില്ല. അത് തീരുമാനിക്കേണ്ടത് ഞാനല്ല. സ്വന്തം വിധിയെപ്പറ്റി നിർവചനങ്ങൾ നടത്തുവാൻ ആർക്കും കഴിയും. തണുപ്പ് കാലമായതോടുകൂടി കൂടുതൽ ചെമ്മരിയാടുകളെ ട്രക്കുകളിൽ മസറയിൽ കൊണ്ടുവന്നിറക്കി. ഇനി ചൂട് വരും വരെയുള്ള 6 മാസത്തെ കാലത്തേക്ക് അവയുടെ കാലമാണ്. ശരിക്കും ഉയർന്ന മലമടക്കുകളിലെ തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥയിൽ ജീവിക്കാനായാണ് അവയെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ. അവയെ ഈ മരുഭൂമിയിൽ കൊണ്ടു തള്ളുന്നത് തന്നെ അവയോട് ചെയ്യുന്ന പാതകമാണ്. ചൂടുകാലമാകുമ്പോഴേക്കും ഒട്ടുമുക്കാലും എണ്ണത്തിനെയും വിറ്റു തീർക്കുമെങ്കിലും അവശേഷിക്കുന്നവയുടെ കാര്യം കഷ്ടം തന്നെ. ചൂടേറുമ്പോൾ സ്വന്തം ശരീരത്തിലെ ചെമ്മരി പുതപ്പിനുള്ളിൽ കിടന്ന് അവിഞ്ഞ് അവ പൊള്ളിച്ചാവും. അങ്ങനെ എത്ര എണ്ണത്തിന് ഞാൻ കണ്ടിരിക്കുന്നു. ഒന്നിനെയും അറബാബ് കളയില്ല. വലിച്ചുകൊണ്ട് വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോകും. പിന്നെ അത് ചൂടുള്ള ആടുകറിയായി വല്ല കടകളിലും വിളമ്പുന്നുണ്ടാവും. ശരിക്കും കോലാടുകളാണ് മരുഭൂമിക്ക് പറ്റിയത്. ഏതു ചൂടും സഹിക്കാൻ അവയ്ക്ക് ത്രാണിയുണ്ട്. ചെമ്മരി മുറിച്ചു വിൽക്കുന്നതിലൂടെ കിട്ടുന്ന വലിയ ലാഭം പ്രതീക്ഷിച്ചാവണം അർബാബ് ഈ ആടുകളെ ഇവിടെ കൊണ്ടുവരുന്നത്. മഴ കഴിഞ്ഞതോടെ മസറ മുഴുവൻ അളിഞ്ഞു പൊളിഞ്ഞു. അതുവരെ കെട്ടിക്കിടന്ന ആട്ടിൻകാട്ടവും മൂത്രവും കച്ചിയും പോച്ചയും എല്ലാം കൂടി അളിഞ്ഞ ഒരു കെട്ട ഗന്ധം. അതെല്ലാം വലിച്ചു മാറ്റി മസറ വൃത്തിയാക്കുക എന്നത് എൻ്റെ 3-4 ദിവസത്തെ നടു ഒടിക്കുന്ന പണിയായിരുന്നു. തണുപ്പ് തുടങ്ങിയതോടെ മസറയിൽ വിളിക്കാതെ വന്നെത്തിയ അതിഥികളാണ് ഈച്ചകൾ. ചുറ്റോട് ചുറ്റും ഈച്ചകൾ. കുബൂസ് കഴിക്കാനിരുന്നാൽ അതിൽ വന്നിരിക്കും 1000 ഈച്ചകൾ. അതിനെ ആട്ടി ഓടിക്കാനായി മാത്രം ഒരു കൈ വിശറി പോലെ മാറ്റിവെക്കണം. മസറയിലേക്ക് ചെന്നാൽ കടന്നൽക്കൂട്ടിൽ കയറിയതുപോലെ ഈച്ചകളുടെ ഇരമ്പൽ കേൾക്കാം. എന്തൊരു കഷ്ടമാണിത് എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ അതിനും ജീവിക്കണ്ടേ. അതിന് ഇഷ്ടപ്പെട്ട സ്ഥലം മസറയായിരിക്കും, ജീവിക്കട്ടെ എന്ന് സമാധാനിക്കും. തണുപ്പ് കാലം അവസാനിക്കാറായപ്പോഴേക്കും ഒരു ദിവസം ചെമ്മരിയാടുകളുടെ വളർച്ച മുറ്റിയ രോമം കത്രിക്കാൻ ആളുകൾ വന്നു. അവർ 2 പേരുണ്ടായിരുന്നു. 2 സുഡാനികൾ. മുഖം നിറച്ച് പുഞ്ചിരിയുള്ള 2 പേർ. ഏറെ കാലത്തിന് ശേഷം 2 മനുഷ്യരെ കണ്ട സന്തോഷത്തിൽ ഞാൻ അവർക്ക് ചുറ്റും നായക്കുട്ടിയെ പോലെ പറ്റിക്കൂടി. പക്ഷെ അവർക്ക് ഞാൻ പറയുന്നത് അധികമൊന്നും മനസ്സിലായില്ല. അവർ പറയുന്നത് എനിക്കും. ഞാൻ ഓരോന്ന് പറയുമ്പോഴും ഉണ്ടായ മനസ്സിലാകായ്മയെ അവർ വലിയ ചിരി കൊണ്ട് നേരിട്ടു. രോമം കത്രിക്കാനുള്ള ഒരു ഇലക്ട്രിക് മെഷീനും അത് പ്രവർത്തിപ്പിക്കാൻ ഒരു ജനറേറ്ററുമായാണ് അപ്രാവശ്യം അവർ വന്നത്. അത്രയും കാലം കൈ കത്രികയായിരുന്നത്രേ അവർ ഉപയോഗിച്ചിരുന്നത്. ജനറേറ്ററിനും മെഷീനും പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയതോടെ അർബാബ് ജിന്നിനെ കണ്ടതുപോലെ തുള്ളാൻ തുടങ്ങി. ആ മെഷീന്റെ കാറ്റടിച്ച് എൻ്റെ ആടുകൾ ചാവുമെന്നായിരുന്നു അർബാബിന്റെ ആദ്യത്തെ പേടി. അങ്ങനെയൊന്നും കറണ്ട് അടിക്കുന്ന മെഷീൻ അല്ല അതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആ പാവങ്ങൾക്ക് ഏറെ പണിപ്പെടേണ്ടി വന്നു. ആ മെഷീൻ എടുക്കാവുന്നതിലധികം രോമം കത്രിച്ചെടുക്കുമെന്നും അങ്ങനെ തൻ്റെ ആടുകൾ വരാൻ പോകുന്ന ചൂടുകാലത്ത് പൊള്ളിച്ചാവുമെന്നും അങ്ങനെ കത്രിച്ച ആടുകളെ ആരും ചന്തയിൽ വാങ്ങില്ലെന്നുമായിരുന്നു അർബാബിന്റെ 2ാമത്തെ പേടി. എന്നാൽ ഒരു ക്രമത്തിലധികം രോമങ്ങൾ കത്രിച്ചു പോകാത്ത വിധത്തിലാണ് ആ മെഷീൻ സജ്ജീകരിച്ചിരിക്കുന്നത്. അവർ ഒരാടിൽ പരീക്ഷണം നടത്തി കാണിച്ച ശേഷമാണ് അർബാബ് അർദ്ധമനസ്സോടെയെങ്കിലും പണി തുടരാൻ സംഭവിച്ചത്. എന്നിട്ടും അവർ പോകുന്നതുവരെയും അർബാബ് ഓരോരോ പരാതികൾ പറഞ്ഞുകൂട്ടി. അങ്ങനെ ഒരു മെഷീൻ ഉപയോഗിക്കുന്നതിലുള്ള അതൃപ്തി പ്രകടമാക്കിക്കൊണ്ടേയിരുന്നു. രോമം കത്രിക്കാൻ പാകത്തിൽ ആടുകളെ പിടിച്ചു കൊടുക്കുക എൻ്റെ പണിയായിരുന്നു. ബാക്കിയെല്ലാം ചെയ്തു തീർത്തിട്ടു വേണമായിരുന്നു അതിന് ചെല്ലാൻ. വരിമുറിക്കാൻ മുട്ടൻകുട്ടികളെ പിടിക്കുന്നത് പോലെ ആടുകളുടെ കഴുത്ത് മുട്ടിനിടയിലാക്കി നിർത്തി കൊടുക്കണം. അവർ കത്രിക്കും. 1-2 മിനിറ്റേ വേണ്ടു ഒരെണ്ണത്തിനെ കത്രിച്ച് തീരാൻ. പക്ഷെ 2 ദിവസം കൊണ്ട് 10-100 എണ്ണത്തിനെ കത്രിക്കാൻ പിടിച്ചു കൊടുക്കുക എന്നത് എൻ്റെ നടു ഒടിക്കുന്ന പണിയായിരുന്നു. വാലിന്റെ അറ്റത്ത് മാത്രം ഇത്തിരി രോമം വെച്ചിട്ട് ബാക്കിയെല്ലാം മെഷീൻ കോതിയെടുക്കും. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ രോമം കത്രിക്കൽ രീതി. ആ വാലിലെ രോമം ഈച്ചകളെ ഓടിക്കാൻ ഞങ്ങൾ ആടുകൾക്ക് കൊടുക്കുന്ന സൗജന്യമാണ്. വെളുത്ത ചിരിയുടെ സുഡാനി പറഞ്ഞു. 2-ാം ദിവസം ഉച്ചതിരിഞ്ഞതോടെ ആടുകളെല്ലാം മുടിവെട്ടി കുട്ടപ്പന്മാരും കുട്ടപ്പികളുമായി. വൈകുന്നേരമായപ്പോഴേക്കും രോമങ്ങളെല്ലാം ചാക്കിൽ വാരിക്കെട്ടി പിക്കപ്പിലാക്കി അവർ മടങ്ങി. അവർ പോയി കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ദുഃഖം എന്നെ വന്ന് പൊതിഞ്ഞു. അതുവരെ 2 മനുഷ്യരുടെ ഗന്ധം ഞാൻ ശരിക്കും അനുഭവിക്കുകയായിരുന്നു. ഇനി ഞാനും ആടുകളും മാത്രം ബാക്കി. എനിക്ക് മഴ പോലെ സങ്കടം വന്നു.
മനുഷ്യൻ അവൻ്റെ സർവ്വ കുൽസിത പ്രവൃത്തികൾ കൊണ്ട് ശ്രമിച്ചാലും ഈ ഭൂമിയിൽ നിന്ന് ജീവന്റെ തുടുപ്പുകൾ തുടച്ചു നീക്കുവാൻ ഒരിക്കലും സാധ്യമാവില്ല എന്നു ചിന്തിച്ച ഒരു കാലം കൂടിയാണ്. കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ഈ ഭൂമി ചുട്ടുപഴുത്തു കിടക്കുകയായിരുന്നു. കത്തിപ്പഴുത്ത മണൽത്തരികളല്ലാതെ മറ്റൊരു ജീവന്റെ കണിക പോലും ഈ ഭൂപരപ്പിനു മേലെ കാണാനില്ലായിരുന്നു. ചൂടുകാലം അവസാനിച്ച് കുളിർക്കാറ്റ് വീശാൻ തുടങ്ങിയതോടെ വരണ്ട മണ്ണിനു മേലെ ഒരു പച്ച വിരിപ്പ് പൊന്തി വന്നു. വളരെ പെട്ടെന്നായിരുന്നു അത്. മഴ കഴിഞ്ഞു 2 ദിവസത്തിനകം. ജീവിതത്തിന്റെ എല്ലാ സുഗന്ധവും ഈ ഭൂമിക്കടിയിൽ ഉയർത്തെഴുന്നേൽക്കാൻ കാതോർത്ത് കിടക്കുകയായിരുന്നു എന്ന് തോന്നും ആ വരവ് കണ്ടാൽ. കള്ളിമുൾ ചെടികൾ, മണ്ണിൽ പടർന്നു കിടക്കുന്ന ചെടികൾ, പാറക്കല്ലുകൾക്ക് മീതെ പായലുകൾ, ചില നാണം കുടുങ്ങി ചെടികൾ, ചില മഷിത്തണ്ടുകൾ, ആകാശത്തിന്റെ അതിരുകളിലൂടെ സന്തോഷത്തിലേക്ക് നീളൻ ചിറകു വിരിച്ച് പറക്കുന്ന പറവക്കൂട്ടങ്ങൾ, ചൂളമടിച്ചു നീങ്ങുന്ന കുരുകിൽ പക്ഷികൾ, ചിലച്ചു നീങ്ങുന്ന പച്ചപ്പനം തത്തകൾ, ഇളം കുറുകളോടെ പിറുപിറുക്കുന്ന ഇണപ്രാവുകൾ. എവിടെ നിന്നാണ് ഇവ വരുന്നത്? കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും സ്വന്തം ജീവനെ അടക്കിപ്പിടിച്ച ആ സസ്യജാലങ്ങൾ ഈ മരുഭൂമിയുടെ ചൂടിനെയും തീക്കാറ്റിനെയും സഹിക്കുകയായിരുന്നു എന്ന ഓർമ്മ എന്നിൽ വല്ലാത്തൊരു കുളിർക്കോരി നിറച്ചു. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആ ചെറു ചെടികൾ വളർന്നു വലുതാകുന്നതും പൂവിടുന്നതും കായ്ക്കുന്നതും നാളേക്ക് വേണ്ടി ജീവനെ ഭൂമിയിൽ ഗർഭത്തിൽ ഒളിപ്പിക്കുന്നതും ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. എനിക്ക് അവയോട് എന്തിഷ്ടം തോന്നിയെന്നോ. ഞാൻ അവയുടെ അരികിൽ ചെന്നിരുന്ന് അവയോട് വർത്തമാനം പറഞ്ഞു. അവയുടെ സങ്കടങ്ങൾ കേൾക്കുകയും അവയോട് സങ്കടങ്ങൾ പറയുകയും ചെയ്തു. ആ ചെടികൾ എനിക്ക് പറഞ്ഞു തന്നത് ജീവിതത്തിന്റെ വലിയ പ്രതീക്ഷയുടെ പാഠങ്ങളാണ്. അവ എന്നോട് രഹസ്യത്തിൽ പറഞ്ഞു, നജീബേ, മരുഭൂമിയുടെ ദത്തുപുത്ര, ഞങ്ങളെപ്പോലെ നീയും നിന്റെ ജീവനെ അടക്കിപ്പിടിച്ച് ഈ മരുഭൂമിയോട് മല്ലിടുക. തീക്കാറ്റും വെയിൽനാളവും നിന്നെ കടന്നുപോകും. നീ അവയ്ക്ക് മുന്നിൽ കീഴടങ്ങരുത്, തളരുകയും അരുത്. നിന്റെ ജീവനെ അത് ചോദിക്കും, വിട്ടുകൊടുക്കരുത്. പകുതി മരിച്ചവനെ പോലെ ധ്യാനിച്ചു കിടക്കുക, ശൂന്യതയെ പോലെ നടിക്കുക. നീ ഇനി ഒരിക്കലും ഉണർന്നെഴുന്നേൽക്കില്ലെന്ന് തോന്നിപ്പിക്കുക. കരുണാമയനായ അള്ളാഹുവിനെ മാത്രം രഹസ്യത്തിൽ വിളിക്കുക. അവൻ നിന്റെ സാന്നിധ്യം അറിയും, അവൻ നിന്റെ നിലവിളി കേൾക്കും. നജീബേ, ഒടുവിൽ നിനക്ക് വേണ്ടി ഒരു കാലം വരും. ഈ തീക്കാറ്റ് മായും, ഈ ചൂടില്ലാതെയാവും. കാലത്തിന്റെ കുളിർക്കാറ്റ് നിന്നെ ഭൂമിക്കടിയിൽ നിന്നും തോണ്ടി വിളിക്കും. അപ്പോൾ മാത്രം നീ നിന്റെ ജീവൻ തലപതിയെ ഉയർത്തുക, ഭൂമിയിൽ നിന്റെ സാന്നിധ്യം അറിയിക്കുക. പിന്നെ ഒറ്റ നിമിഷം കൊണ്ട് രക്ഷപ്പെടലിലേക്ക് കുതിക്കുക. നാളത്തേക്ക് പൂവിടുകയും കായ്ക്കുകയും ചെയ്യുക. ചെടിക്കുഞ്ഞുങ്ങളുടെ വാക്കുകൾ ഞാൻ ചെവി കൊടുത്തു. ഞാൻ എൻ്റെ അനുകൂല കാലത്തിനു വേണ്ടി ക്ഷമാപൂർവം കാത്തിരുന്നു. മുട്ടനാടുകളെ എനിക്ക് വലിയ പേടിയും വെറുപ്പുമായിരുന്നെങ്കിലും അവയിലൊന്ന് സാഹചര്യവശാൽ എൻ്റെ ജീവൻ രക്ഷിച്ച കഥയുണ്ട്. ഒരു ദിവസം പതിവ് പോലെ ഞാൻ ആടുകളെയും കൊണ്ട് നടക്കാൻ പോയതാണ്. അവറ്റകളെ മരുഭൂമിയിൽ അലയാൻ വിട്ടിട്ട് ഞാനൊരു ചെറു മൺകൂനയുടെ മുകളിൽ കയറിയിരുന്നു. പെട്ടെന്ന് എന്താണെന്നറിയില്ല, എൻ്റെ ഉള്ളിൽ നാടിനെക്കുറിച്ചുള്ള ഓർമ്മ ഉണർന്നു. അതുവരെ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന എല്ലാ വിചാരങ്ങളും ഉണർന്നെഴുന്നേറ്റ് ഒരു അഗ്നിപർവ്വതം പോലെ എന്നിൽ പൊട്ടിത്തെറിച്ചു. എനിക്കെവിടുന്ന് രക്ഷപ്പെടണം? എനിക്ക് നാട്ടിൽ പോകണം. എനിക്കെൻ്റെ ഉമ്മയെ കാണണം. എനിക്കെൻ്റെ സൈനുവിനെ കാണണം. എനിക്കെൻ്റെ നബീലിനെ കാണണം. എനിക്കെൻ്റെ കൂട്ടുകാരെ കാണണം. എനിക്കെൻ്റെ നാട് കാണണം. എനിക്കെൻ്റെ മൺവഴികൾ കാണണം. എനിക്കെൻ്റെ പുഴ കാണണം. എനിക്കെൻ്റെ വള്ളം കാണണം. എനിക്കെൻ്റെ മഴ കാണണം. എനിക്കെൻ്റെ മണ്ണ് കാണണം. ശരിക്കും ഈ ഗൃഹാതുരത്വം എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് എനിക്കപ്പോൾ വിവേചിച്ചറിയാനായി. അതൊരു കൊതിയാണ്. മരുഭൂമി പോലെ മനസ്സിനെ നീറി പിഴിക്കുന്ന ഒരു കൊതി. നമ്മൾ നമ്മുടെ അവസ്ഥകളെയും ജീവിതത്തെയും സാഹചര്യത്തെയും അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ വെറുത്തു പോകുന്ന ഒരു കൊതി. പിന്നെ ആ കൊതിയിൽ എങ്ങനെയും എത്തിപ്പെടാനുള്ള ഒരു പരക്കം പാച്ചിലാണ്. വെടികൊണ്ട പന്നി കരിമ്പിൻ കാട്ടിലൂടെ പായുന്നത് പോലെ ഒരു പാച്ചിൽ. വല്ലപ്പോഴുമേ അങ്ങനെ സംഭവിക്കൂ. എന്നാൽ അങ്ങനെയൊന്ന് മനസ്സിൽ സംഭവിച്ചു പോയാൽ പിന്നെ അതിനെ പിടിച്ചു കെട്ടുക സാധ്യമല്ല. ഞാൻ അറബാബ് എവിടെയെന്ന് നോക്കി. അറബാബ് ബൈനോക്കുലറുമായി വണ്ടിയുടെ മുകളിലുണ്ട്. പക്ഷേ ഞാനിരിക്കുന്നത് മൺകൂനയുടെ എതിർവശത്തായതിനാൽ തത്കാലം ഞാൻ ബൈനോക്കുലർ പരിധിക്ക് പുറത്താണ്. ഇത് തന്നെ രക്ഷപ്പെടാനുള്ള അവസരം. അമാന്തിച്ചാൽ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊരു തോന്നൽ. അള്ളാഹുവിൻ്റെ ഒരു ക്ഷണം എൻ്റെ മുന്നിലുള്ളതുപോലെ ഞാൻ ചാടി എഴുന്നേറ്റു. ഒന്നും ആലോചിച്ചില്ല.
മരുഭൂമിയിലൂടെ ഒറ്റ ഓട്ടമായിരുന്നു. നാശമെന്ന് പറയട്ടെ, എൻ്റെ അരികിൽ നിന്നിരുന്ന ഒരു മുട്ടനാടും എനിക്കൊപ്പം ഓടാൻ തുടങ്ങി. ഞാൻ എൻ്റെ വടി കൊണ്ട് അതിനെ അടിച്ചും കുത്തിയും ഒക്കെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അതെന്നെ വിടാതെ പിന്നാലെ ഓടിക്കൊണ്ടേയിരുന്നു. രക്ഷപ്പെടാനുള്ള ആദ്യമായ ആഗ്രഹത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കിയതേയില്ല. അകലം, എത്രയും ദൂരം, അതായിരുന്നു എൻ്റെ മനസ്സിലത്രയും. എങ്ങോട്ടെന്നറിയില്ല, ഓടുക, രക്ഷപ്പെടുക, അത്ര തന്നെ. മുട്ടൻ എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അതെന്നെ ഇപ്പോൾ കുത്തി താഴെയിടുമെന്ന മട്ടിലായിരുന്നു അതിൻ്റെ ഓട്ടം. ആ ഭീതി കൊണ്ട് തന്നെ എൻ്റെ ഓട്ടം ഇരട്ടി വേഗത്തിലായിരുന്നു. പെട്ടെന്ന് എൻ്റെ പിന്നിലൊരു വണ്ടിയുടെ ഇരമ്പൽ ഞാൻ കേട്ടു. ഭീതി എൻ്റെ ഉള്ളിൽ തീ പോലെ കത്തി. ഞാൻ ഓടിയത് അറബാബ് കണ്ടിരിക്കുന്നു. അറബാബ് ഇപ്പോൾ എൻ്റെ അരികിലെത്തും, എന്നെ അടിച്ചു കൊല്ലും. പെട്ടെന്ന് പിന്നിലൊരു വെടി പൊട്ടി. ഭാഗ്യത്തിന് അതെൻ്റെ ദേഹത്ത് കൊണ്ടില്ല. തോൽക്കുമെന്ന് അറിയാമായിരുന്നിട്ടും ഞാൻ കൂടുതൽ വേഗത്തിലോടി. അടുത്ത വെടി പൊട്ടിയതും ആട് ഒരലറി കരച്ചിലൂടെ എൻ്റെ മേലേക്ക് തെറിച്ച് വീണതും ഒന്നിച്ചായിരുന്നു. എന്നെ അടിയിലാക്കിക്കൊണ്ട് ആട് നിലത്തേക്ക് കൂപ്പുകുത്തി. അതിൻ്റെ മാറിൽ നിന്ന് മോട്ടാർ പമ്പിൻ്റെ ഉള്ളിൽ നിന്ന വണ്ണം ചോര കുതിച്ചു ചാടിക്കൊണ്ടേയിരുന്നു. വേദന കൊണ്ട് പുളഞ്ഞു അത് ചാടി എഴുന്നേറ്റ് കുറേ ദൂരം ഓടി. പിന്നെ അവിടെ കുഴഞ്ഞു വീണു. അപ്പോഴേക്കും അറബാബ് എൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഞാൻ തോറ്റു കഴിഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് അറബാബിൻ്റെ കാൽക്കൽ വീണു. അറബാബ് എന്നെ ബെൽറ്റൂരി അടിച്ചു. ഞാൻ മോങ്ങിക്കരഞ്ഞു. പോയി വണ്ടിയിൽ കയറാൻ അറബാബ് കൽപ്പിച്ചു. അടികൊണ്ട നായ്ക്കുട്ടി മോങ്ങിക്കരഞ്ഞുകൊണ്ട് വാലുമടക്കി കൂട്ടിലേക്ക് ഓടിക്കയറുന്നത് പോലെ ഞാൻ ഓടിച്ചെന്ന് അറബാബിൻ്റെ പിക്കപ്പ് വണ്ടിയുടെ പിന്നിൽ കയറി. ആട് മരിച്ചു കഴിഞ്ഞിരുന്നു. അറബാബ് അതിനെ വലിച്ചഴിച്ചു കൊണ്ടുവന്ന് പിക്കപ്പിൻ്റെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോഴും കിട്ടി എനിക്കൊരടി. നിലവിളിച്ചുകൊണ്ട് ഞാൻ വണ്ടിയുടെ പിന്നിൽ തല കുമ്പിട്ടിരുന്നു. വെടികൊണ്ട് ചത്ത ആട് എൻ്റെ അരികിൽ കണ്ണുമിഴിച്ചു കിടന്നു. എനിക്ക് വേണ്ടിയാണ് ഇവൻ ഇവിടെ മരിച്ചു കിടക്കുന്നത് എന്ന് ഓർത്തപ്പോൾ എൻ്റെ കരച്ചിൽ കനത്തു. എൻ്റെ പ്രിയപ്പെട്ട ആടെ, ഞാൻ ഓടിയപ്പോൾ എൻ്റെ പിന്നാലെ വരാൻ വെടിയുണ്ടയ്ക്ക് മുന്നിൽ എനിക്ക് വേണ്ടി നിന്റെ മാറ് കട്ടിക്കൊടുക്കാൻ ആരാണ് നിന്നെ നിയോഗിച്ചത്? രക്ഷപ്പെടാൻ നേരമായി എന്ന എൻ്റെ തോന്നൽ തെറ്റായിരുന്നു. അത് അല്ലാഹുവിൻ്റെ വിളിയാണെന്ന് എന്ന എൻ്റെ തോന്നൽ തെറ്റായിരുന്നു. പലപ്പോഴും അങ്ങനെയാണ്. പൊടുന്നനെ ഉണ്ടാകുന്ന തോന്നലുകൾ അള്ളാഹുവിൻ്റെ വിളിയാണെന്ന് നാം തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ അള്ളാഹുവിനറിയാം ഏതാണ് ഒരുവൻ്റെ സമയമെന്ന്. അത് കൃത്യമായി തിരിച്ചറിയാനുള്ള അടുപ്പം നമുക്ക് അള്ളാഹുവുമായി ഉണ്ടാവണം. എനിക്കതില്ലാതെ പോയി. പക്ഷേ അവൻ എന്നെ കാത്തു. ഇബ്രാഹിം നബിയുടെ ബലിക്ക് തൻ്റെ പുത്രന് പകരം ആടിനെ കൊടുത്തതുപോലെ എനിക്ക് പകരം വെച്ച ബലിയാണോ നീ? വണ്ടി ഓടി കൂടാരത്തിന് മുന്നിൽ ചെന്ന് നിന്നു. അർബാബ് എന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ഒരു മസറയ്ക്കുള്ളിൽ കയറി കെട്ടിയിട്ടു. പിന്നെ അയാളുടെ കൊതി തീരെ എന്നെ അടിച്ചു. എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ചോരയുടെ ഉറവകൾ പൊട്ടി. പക്ഷെ ഞാൻ കരഞ്ഞില്ല. ഒരു തുള്ളി കണ്ണീർ പൊഴിച്ചില്ല. എല്ലാം ഞാൻ ശരീരത്തിൽ സഹിച്ചു. എനിക്ക് വേണ്ടി ഒരു ആട് അതിൻ്റെ ജീവനെ തന്നെയാണ് നൽകിയത്. ഇനിയുമുള്ള എൻ്റെ വിധിയിൽ ഞാൻ കരഞ്ഞാൽ, നിലവിളിച്ചാൽ അള്ളാഹു പോലും എന്നോട് പൊറുക്കില്ല. അറബാബ് അപ്പോൾ തന്നെ ആ ആടിന്റെ തൊലി പൊളിച്ചു. കത്തിയെടുത്ത് കണ്ടിച്ചു മുറിച്ചു. വെളിമ്പ്രദേശത്ത് തീ കൂട്ടി അതിനെ ചുട്ടെടുത്തു. മതിയാവോളം അയാൾ വാരിക്കുത്തി തിന്നു. ബാക്കി വന്നത് എനിക്ക് കൊണ്ടു തന്നു. വേണ്ടത് ഞാൻ നിഷേധിച്ചു. അയാൾ എന്നെ തല്ലി. എൻ്റെ വായിൽ കുത്തി നിറച്ച് നിർബന്ധിച്ച് തീറ്റിച്ചു. സ്വന്തം സഹോദരന്റെ മാംസം കഴിക്കുന്നത് പോലെ അതെന്നിൽ മടുപ്പും കരച്ചിലും ഓക്കാനോ ഉണ്ടാക്കി. ഞാൻ അതിലൊരു കഷ്ണം പോലും കഴിച്ചില്ല. അല്പം ഉള്ളിൽ ചെന്നതാകട്ടെ അപ്പാടെ ഛർദ്ദിച്ചു കളയുകയും ചെയ്തു. പിന്നെ ഒരിക്കലും ഞാൻ ആടുമാംസം തിന്നിട്ടില്ല. തിന്നാൻ തോന്നിയിട്ടുമില്ല. അന്നും പിറ്റേന്നും അറബാബ് എന്നെ മസ്രയിൽ തന്നെ പൂട്ടിയിട്ടു. പുറത്തേക്ക് ഇറക്കിയതേയില്ല. എനിക്കൊരു തുള്ളി വെള്ളം തന്നില്ല. ഒരു കുബൂസിന്റെ കഷ്ണം തന്നില്ല. 2 ദിവസം ഞാൻ കടിച്ചു പിടിച്ചു കിടന്നു. എല്ലാം എനിക്ക് വേണ്ടി മരിച്ച ആടിന് ഞാൻ പകരം കൊടുത്തത് എന്ന് സമാധാനിച്ചു. 2-ാം ദിവസം രാത്രിയായപ്പോഴേക്കും എനിക്ക് കഠിനമായി വിശക്കാൻ തുടങ്ങി. അറബാബ് ഉറക്കമായി എന്നുറപ്പായപ്പോൾ ഞാൻ പതിയെ എഴുന്നേറ്റ് എൻ്റെ കെട്ടഴിച്ചു. പിന്നെ ആ ആടുകൾക്കിടയിലൂടെ ഇഴഞ്ഞ് ആടുകളുടെ വെള്ളത്തൊട്ടിക്കരികിലെത്തി ആർത്തിയോടെ വെള്ളം മൂത്തി കുടിച്ചു. ദാഹമടങ്ങി. പിന്നെ വിശപ്പായിരുന്നു. തൊട്ടപ്പുറത്തെ ഗോതമ്പ് തൊട്ടിയിൽ ആടുകൾ തിന്നതിൻ്റെ ബാക്കി ഗോതമ്പ് മണികൾ കിടപ്പുണ്ടായിരുന്നു. ഞാനത് തടുത്തു കൂട്ടി വലിച്ചു വാരി തിന്നു. പച്ച ഗോതമ്പ്, തവിട് കളയാത്തത്. തൊട്ടപ്പുറത്തൊരു ചെറിയ തൊട്ടിയിൽ ഉപ്പ് വച്ചിട്ടുണ്ടായിരുന്നു. ഇത്തിരി ഉപ്പും കൂട്ടി ഗോതമ്പ് തിന്നു. വേവിക്കാത്ത ഗോതമ്പിന് അത്രയും രുചിയുണ്ടെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെയും തൊട്ടിയിൽ നിന്ന് വെള്ളം മൂത്തി കുടിച്ചു.
വയറ് നിറഞ്ഞപ്പോൾ ആശ്വാസമായി. ഞാൻ ആടുകൾക്കൊപ്പം മസ്രയിൽ കിടന്ന് സുഖമായി ഉറങ്ങി. അപ്പോഴേക്കും ഞാൻ ശരിക്കും ഒരാടായി കഴിഞ്ഞിരുന്നു.